കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. Praise the Lord. Glory to God. Hallelujah. Please be seated in the presence of the Lord. ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഐസയ ചാപ്റ്റർ 57 വേർഡ് 19. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 57-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനമെന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. I create the fruit of the lips. നമ്മളുടെ അധരങ്ങൾ കൊണ്ട്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളുടെ ഫലം നീ അനുഭവിക്കും എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ഞാൻ ആ വേർഡ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. വായി തുറന്ന് പറയാമോ? പറയാതെ നീങ്ങത്തില്ല. ഹല്ലേലൂയ. യേശു നമ്മളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തോടെ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പറഞ്ഞത് സംഭവിക്കണം. നമ്മളുടെ നാവിൻ്റെ അധികാരത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ പവറുണ്ട്, വലിയ ശക്തിയുണ്ട്. ഈ എലീശ ആ സ്ത്രീയോട് പറഞ്ഞു, അടുത്ത ആണ്ടിൽ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. എന്താണോ പ്രവാചകൻ അവളെ നോക്കി പറഞ്ഞത്, ദ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം അത് അവളിൽ സംഭവിച്ചു. ഞാനൊരു വാക്യം നിങ്ങളിന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. എസ്രായുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. Can you please read it? I think Ezra chapter 6 word 13 and 14 please. Thank you. അപ്പോൾ നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയായ തത്നായും ഷെദർ ബോസ്നായും അവരുടെ കൂട്ടുകാരും ദാരിയാവേശ് രാജാവ് കൽപ്പിച്ച് അയച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ചെയ്തു. 6-ന്റെ 14-ാം വാക്യം മോനെ. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗായ് പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സക്രിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. യഹൂദ മൂപ്പന്മാർ പണിതു, ഹഗായ് പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സക്രിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. അതിന്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അത് പണിതു തീർത്തു. അതിന്റെ no need to change it out. Next word before it. ദാരിയാവേശ് രാജാവിന്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർന്നു. എല്ലാരും പറഞ്ഞ് പണിതു തീർത്തു. തൊട്ടു മുകളിലത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സക്രിയാവ് ഹഗായിയും പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചോ? യഹൂദ മൂപ്പന്മാർ, സിനഗോഗ്, ആലയം, പ്രവാസത്തിൽ നിന്ന് വന്ന ജനം ദൈവത്തെ ആരാധിക്കുവാൻ ആലയം പണിയുകയാണ്. പണിയുന്നത് യഹൂദ മൂപ്പന്മാരാണ്, ശക്തന്മാരാണ്, പൈസയുള്ളവരാണ്, വലിയ ആളുകളാണ്. പക്ഷെ ഒരു കാരണവശാലും അവർക്കത് പണിത് തീർക്കുവാൻ, അത് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് ഇദ്ദോവിന്റെ മകനായ സക്രിയാവിനെയും ഹഗായിയെയും കൊണ്ടുവന്ന് ഈ ഒരു വർക്ക് സൈറ്റിൽ, ഈ ഒരു സ്ഥലത്തെത്തിച്ച് ഈ ഒരു പണിക്ക് വേണ്ടി അവരെയും കൊണ്ട് പ്രൊഫറ്റിക് ഡിക്ലറേഷൻ ചെയ്യിച്ചു. അവരുടെ അഭിഷിക്തന്റെ വാഗുണ്ട്, ആ ദൈവമനുഷ്യന്റെ വാഗുണ്ട്, ആ വർക്കിന് വേണ്ടി, ആ പണികൾക്ക് വേണ്ടി പറയിച്ചു, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി പ്രവചിച്ചു.
ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, അവർ പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് ഈ രാത്രിയിൽ ഈ വാക്കിന്റെ ഗൗരവം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. നമ്മുടെ പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത്, നമ്മുടെ അധികാരങ്ങൾക്ക്, നമ്മുടെ ശക്തിക്ക് ചെയ്തു തീർക്കുവാൻ കഴിയാത്തത്, നമ്മുടെ കഴിവുകൾക്ക്, നമ്മുടെ ബലത്തിന്, നമ്മുടെ പൗണ്ടിന്, ഡോളറിന്, റുപ്പിക്ക്, നമ്മുടെ കറൻസികൾക്ക്, നമ്മളുടെ ജീവിത ശൈലികൾക്കൊന്നും തീർത്തെടുക്കുവാൻ, ചെയ്തു തീർക്കുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വാക്കിനാൽ അത് സാധ്യമായി തീരും. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഇന്ന് രാവിലെ ഞാൻ പലരോടും പരിശുദ്ധാത്മാവിൽ പ്രൊഫസൈ ചെയ്തു. ഇന്ന് രാത്രിയിലും ചിലരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊഫറ്റിക് മിനിസ്ട്രിയിൽ ഏറ്റവും വലുത്, ഇന്ന് ഈ മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുത്തതുകൊണ്ട് ഇന്നത്തെ കാര്യം മാത്രം ഞാൻ പറയാം. ചില ആളുകളുടെ ജീവിത രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുകയും അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരാരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ ആത്മാവ് അവരോട് സംസാരിക്കുകയും അവരുടെ ജീവിതത്തിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദൈവം അവരോട് ഇടപെടുകയും ചെയ്തു. പക്ഷേ പ്രൊഫറ്റിക് റിലത്തിന്റെ ഏറ്റവും ഹയർ റിലം എന്ന് പറയുന്നത് അതല്ല. ദൈവം കൊർന്നല്യോസിനോട് പത്രോസിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പത്രോസ് ഏത് സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്, അവനിപ്പോൾ ആരുടെ കൂടെയാണുള്ളത്, ആ കൂടെയുള്ള ആളുടെ പേരെന്താണ്, എവറിത്തിങ്. ദൈവം അനന്യാസിനോട് സംസാരിക്കുന്നുണ്ട്. ശൗൽ ഇപ്പോൾ എവിടെയാണുള്ളത്, അവന്റെ സ്ട്രീറ്റിന്റെ പേരെന്താണ്, where is he now? Hallelujah. Because God knows everything. ദൈവം എല്ലാം അറിയുന്നു. ദൈവത്തിന് എല്ലാരെയും അറിയാം. ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഹസ്ബൻഡ് അല്ല. അവൾ ഉടനെ പറഞ്ഞു, യു ആർ ദ പ്രൊഫറ്റ്. യു ആർ ദ പ്രൊഫറ്റ്. Hallelujah. God knows everything. ദൈവത്തിന് എല്ലാവരെയും അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഹയർ റിലമാണ് ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ. Listen, 2 King chapter 4 verse 17. 2 King chapter 4 verse 17. 2 രാജാക്കന്മാർ 4:17. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ ഏലിശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. യെസ്, എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, എലീശ അവളുടെ ഡീറ്റെയിൽസ് പറയുകയോ എലീശ അവളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയോ ചെയ്തത് വലിയ കാര്യമാണ്. ദൈവം നമ്മളെ അറിയുന്നു. ദൈവം നമ്മളെ അറിയുന്നു എന്ന് പലപ്പോഴും ദൈവം തന്റെ വാക്കുകളിലൂടെ തെളിയിക്കുന്നു. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾക്ക് വേണ്ടത് ഒരു തലമുറയായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, അടുത്ത ആണ്ടിൽ ഇന്ന സമയത്ത് നിനക്കൊരു കുഞ്ഞുണ്ടാകും. എലീശ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് സംഭവിച്ചു. എൽഷദായിലെ മക്കൾ എത്ര പേർ ഈ മിനിസ്ട്രി കണ്ടിട്ടുണ്ട്? അവരുടെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഒരു എലീശയെ മാത്രമല്ല ദൈവം അതിൽ ഉപയോഗിച്ചത്. ഇന്നുമുണ്ട് ദൈവത്തിന് എലീശമാർ. അടുത്ത ആണ്ടിൽ നിനക്ക് തലമുറ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ദൈവം അത് ചെയ്യുന്നു. Prophetic declaration is important thing. It's a greater thing. അവർ പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു വന്നു. അവർ പ്രവചിച്ചതിനാൽ അവർക്കത് സാധിച്ചു വന്നു. ഇന്ന് രാത്രിയിലും നിങ്ങൾ ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് ഇന്ന് എന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്നതാണ്. എനിക്ക് സാധിപ്പിക്കാൻ കഴിയാത്തത്, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തത്, എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തത് അങ്ങയുടെ ശബ്ദത്തിന് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരെ കൈകളെ തട്ടി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദാവീദ് എന്ന രാജാവ് താൻ ദീനമായി കിടക്കുമ്പോൾ, വളരെ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, 118 സങ്കീർത്തനത്തിന്റെ
6-ാമത്തെ വാക്യത്തിൽ, സാംസ് 118 അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. ഇത് ദാവീദിനോട് പറയുന്നതാണ്. യഹോവ എന്റെ പക്ഷത്തുണ്ട്, the Lord is my side, I will not fear, what can man do unto me. ദൈവം ഒരുത്തന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം ഒരു ദൈവമനുഷ്യന്റെ കൂടെ സ്റ്റാൻഡ് ചെയ്ത് നിന്നാൽ, ദൈവം നിന്നോട് ചോദിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, നിനക്കത് തടയാൻ പറ്റുമോ? ഞാൻ പ്രവർത്തിക്കും, നിനക്കിത് തടയാൻ പറ്റുമോ? ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ച, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ മുടിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ, കൊല്ലംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കച്ചകെട്ടി ഇറങ്ങിയ മനുഷ്യനായിരുന്നു ശൗൽ. സൂര്യനേക്കാൾ മിന്നുന്ന പ്രഭാകിരണങ്ങൾ തന്റെ കണ്ണിലടിച്ചു വാഹന മൃഗത്തിൽ നിന്ന് നിലത്ത് വീണ് കിടക്കുന്ന വിപ്ലവകാരി തർസോസുകാരനായ ശൗൽ ആ വെളിച്ചത്തെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഹൂ യു ആർ ലോർഡ്, നീ ആരാകുന്നു കർത്താവേ? അവനൊരു ശബ്ദം കേൾക്കുകയാണ്, നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാകുന്നു ഞാൻ. ശൗലിന് തിരിച്ചു ചോദിക്കാം, ലോർഡ് വേർ, എപ്പോൾ, എവിടെ വെച്ച് ഞാൻ നിന്നെ ഉപദ്രവിച്ചു? ശൗലിനെ സംബന്ധിച്ച് ശൗൽ ക്രിസ്തുവിനെ ഉപദ്രവിച്ചവനല്ല, ക്രിസ്തുവിന്റെ അഭിഷിക്തന്മാർക്കും ക്രിസ്തുവിന്റെ സഭയ്ക്കുമെതിരെ പ്രവർത്തിച്ചവനാണ്. എന്നാൽ ദൈവം ചോദിച്ചത്, നീ എന്താണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നാണ്. കാരണം അവന്റെ സഭ അവന്റെ രക്തത്തിന്റെ വിലയാണ്, അവന്റെ ശരീരമാണ്, അവന്റെ പ്രവാചകന്മാർ അവന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എന്റെ പ്രവാചകന്മാരെ തൊടരുത്. Don't touch my prophets. Don't touch my prophets. നീ വിവരമറിയും. ദാവീദ് പറയുന്നു, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. അടുത്ത വാക്യത്തിൽ ഐ തിങ്ക് വേർഡ് 17 വാക്യത്തിൽ ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഈ 2 വാക്യങ്ങളും ഈ ദൈവമനുഷ്യൻ തന്റെ വാഗൊണ്ട് തന്നോട് തന്നെ പറഞ്ഞതാണ്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ നീ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കുമെങ്കിൽ നിങ്ങളോട് തന്നെ പറയാൻ കഴിയണം, ദൈവം എന്റെ കൂടെയുണ്ട്. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? വൈദ്യശാസ്ത്രം മരിക്കുമെന്ന് വിധി എഴുതിയ താങ്കൾക്ക് ഇന്ന് പകൽ തുറന്ന് പറയാൻ കഴിയണം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ വാക്കിൽ അധികാരമുള്ളതാണ്. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 18-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നത്, വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് തൃപ്തി വരും, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് യോനാഥാൻ, ആ നല്ല മനുഷ്യൻ, നല്ല ചെറുപ്പക്കാരൻ തകർന്ന് തരിപ്പണമായി പോയി? അതിന്റെ കാരണം അവന്റെ അപ്പന്റെ നാവ് ശരിയല്ലായിരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പക്ഷെ ദൈവം യോനാഥാനെ മറന്നില്ല. മെഹീബോശത്തിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലേക്ക് ദൈവം അവനെ ഉയർത്തി. ചത്ത നായുടെ വില പോലും ഇല്ലെന്ന് പറഞ്ഞവൻ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ മകനായി വളർന്നു. അവന്റെ മകൻ മീഖായും അനുഗ്രഹിക്കപ്പെട്ടു. ജനറേഷൻ ബൈ ജനറേഷൻ അവർ ബ്ലെസ്ഡ് ആയി മാറി. ഹല്ലേലൂയ. താങ്ക് യു പ്രഷ്യസ് ജീസസ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒരു പുതിയ ഫാമിലി ഇവിടെ വന്നു. അവരുടെ ഒരു കർത്താവ് എനിക്ക് റിവീൽ ചെയ്തു. അംഗൻവാടി നടത്തുന്ന ഒരു കുടുംബത്തെ കുറിച്ച്. അവരിന്ന് വൈകിട്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അംഗൻവാടി നടത്തുന്ന ഒരു സഹോദരിയെ കർത്താവ് എനിക്ക് റിവീൽ ചെയ്തു. അവർ മുമ്പിൽ വന്നു. അവരുടെ പേര്, അവളുടെ മകളുടെ പേര്, അവളുടെ ഫാമിലിയിലെ ഒത്തിരി ഡീറ്റെയിൽസ് കർത്താവ് എന്നോട് സംസാരിച്ചു. അവർ കുടുംബത്തിൽ നിന്ന് ഒരു മരണത്തെ, ഡെത്തിനെ
എന്നോട് കർത്താവ് പറഞ്ഞത് 1.5 വർഷത്തിനകം അവരുടെ വീട്ടിൽ ഒരാൾ മരണപ്പെടും. അതുമായി ബന്ധപ്പെട്ട ഒരു ഡിമോണിക് ഏഞ്ചൽ, ഒരു ഡിമോണിക് സ്പിരിറ്റ് ആ ഭവനത്തിൽ നിൽപ്പുണ്ട്. പരിശുദ്ധാത്മാവ് അതിനെ ക്യാൻസൽ ചെയ്തു, അതിനെ പൊളിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ വില അറിയാം? നാവിന്റെ അധികാരത്തിൽ ജീവനും മരണവും ഉണ്ട്. Thank you, Holy Spirit. Thank you, Holy Spirit. Mark chapter 5, word 26, 27, 28 is important. മർക്കോസ് 5, 26, 27, 28. അവന്റെ വസ്ത്രമെങ്കിലും 25 please. 12 സംവത്സരമായിട്ട് 26. രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്, അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടുമെന്ന് അവളോട് തന്നെ പറഞ്ഞു. വീടും പറമ്പും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യമില്ലാത്തവൾ, മുതൽ മുഴുവൻ എഴുതി വെച്ചിട്ടും വിഷയത്തിൽ വിടുതലില്ലാത്തവൾ, അവളോട് തന്നെ പറഞ്ഞൊരു വേർഡാണ് ഞാൻ രക്ഷപ്പെടും. മരിക്കാനുള്ള എല്ലാ സാധ്യതയും അവളുടെ മുമ്പിലുണ്ട്. 12 years ആയി, 12 വർഷമായി ബ്ലീഡിംഗ് ആണ്, നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ്. അവളുടെ ആരോഗ്യം, അവളുടെ എനർജി, അവളുടെ ബലം മുഴുവൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ജീവിത നിലവാരങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. എല്ലാ ഡോക്ടേഴ്സും അവളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മുതൽ വിറ്റ് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീ. പക്ഷേ സിറ്റുവേഷൻ ബാഡായിരുന്നെങ്കിലും, തകർച്ചയായിരുന്നെങ്കിലും, വേദപുസ്തകം പറയുന്നു അവളോട് തന്നെ പറഞ്ഞു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. ഇന്ന് പകൽ ഒരു പാസ്റ്റർ, ഒരു പ്രവാചകൻ നിന്റെ തലയിൽ കൈവച്ച് നീ രക്ഷപ്പെടുമെന്ന് പറയുന്നതിന് മുൻപ് നിനക്ക് നിന്നോട് തന്നെ പറയാൻ കഴിയണം, ഞാൻ രക്ഷപ്പെടും. ഒന്ന് കൈകൾ അടിച്ചതൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമോ? നിനക്ക് നിന്നോട് തന്നെ ഇത് പറയാൻ കഴിയണം. ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും, ഈ കടഭാരം എന്നെ വിട്ടുമാറും, ഈ രോഗം ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, താഴ്ചയല്ല ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും, എന്റെ ദൈവത്താൽ ഈ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. The God is my side, the Lord is my light and my salvation, who shall I fear? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം നിർഭയമായിരിക്കും. കാരണം ഞാൻ യഹോവയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. I am waiting for that. Declare it yourself. ഇന്ന് ടിനു ജോർജ് പാസ്റ്റർ നിങ്ങളുടെ തലയെ പിടിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ വെയിറ്റ് ചെയ്യണ്ട. നിന്റെ കൈ നിന്റെ തലയെ വെച്ചിട്ട് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ രക്ഷപ്പെടും. എന്ത് സംഭവിച്ചു? ആയിരക്കണക്കിന് ജനങ്ങൾ തിക്കിത്തിരക്കി പോകുന്ന ആ പുരുഷാരത്തിന്റെ കൂട്ടത്തിന്റെ ഇടയിൽ വേദപുസ്തകം പറയുന്നു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. അവൾ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടപ്പോൾ, ബൈബിൾ പറയുന്നു വസ്ത്രാഗ്രം തൊട്ടപ്പോൾ, വേർഡ് 28 പ്ലീസ്, വസ്ത്രാഗ്രം തൊട്ടപ്പോൾ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. യേശു ചോദിക്കുന്നു, എന്നെ ആരോ തൊട്ടിട്ടുണ്ട്? ശിഷ്യന്മാർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, sir, what happened, sir? Many people are here, thousands of people are going here. It's a great multitude, it's a big crowd, many people. How do you know, sir, one person is touched your garment? How do you know, sir? Hey, I know that. I know someone is touched,
Someone is touched. അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനായോണ്ട് എനിക്കറിയാം, ഈ ചിലരുടെ തലയിലോട്ട് കൈവെക്കുമ്പം തന്നെ ഇത് പാസ് ചെയ്ത് പോകുന്ന നമുക്കറിയാം. ഇതെല്ലാവർക്കും പറഞ്ഞ ഇത് അനോയിന്റിംഗ് ഉള്ളവർക്ക് മനസ്സിലാവൂ. യേശു പറയുന്നു, someone is touched. ആരും എന്നെ തൊട്ടിട്ടുണ്ട്, ആരും എന്നെ തൊട്ടിട്ടുണ്ട്. കാരണം ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടത് എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി പുറപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ വാ കൊണ്ട് അവളെ ഡിക്ലെയർ ചെയ്തു, ഇന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന്. ഞാൻ പറയട്ടെ, ഇത് പ്രവചനത്തെക്കാൾ വീര്യം കൂടിയ ഒന്നല്ലേ? The declaration is important. Hallelujah. Ranto Mahasakata. Read one more word. It's important. Genesis chapter 1. Word 3 and 6 and 7. And God said, let there be light. And there was light. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. Look at the creation. ഈ ഭൂമിയിൽ കാണുന്നത് മുഴുവൻ മനുഷ്യൻ ഒഴികെ വേറെയെല്ലാം ദൈവം ബൈ വേർഡ്, വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്. ബൈ വേർഡ്. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു എന്ന് ദൈവം തിരിച്ചറിയുന്നു. ദൈവം അത് മനസ്സിലാക്കുന്നു. ദൈവം അത് ഉൾക്കൊള്ളുന്നു. He know that the spirit of the Lord is moving in the surface of the water. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കുമ്പോൾ ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളായിരുന്നു, ഒന്നും തന്നെ ഇവിടില്ലായിരുന്നു. പക്ഷേ when the spirit of the Lord is moved in the surface of the water, the Lord said, this world, this earth, let there be light. ഇന്നുവരെ ഇല്ലാതിരുന്ന ഒരു ഗ്രഹം, ഇന്നുവരെ ഇല്ലാതിരുന്ന സൂര്യൻ, ഇന്നുവരെ ഇല്ലാതിരുന്ന ഒന്ന് സഡൻലി അവിടെ ഉണ്ടായി വരികയാണ്. He is the creator. That's why his name is Yahweh Elohim. അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ്. ഹല്ലേലൂയ. പാഴായിരിക്കാം, ശൂന്യമായിരിക്കാം, സാഹചര്യം ഇരുട്ടായിരിക്കാം, ഒന്നും നിന്റെ മുമ്പിൽ കാണാനില്ലായിരിക്കാം, നീ ഇതുവരെ സൂര്യനെ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷേ നീ വാ തുറന്ന് പറയണം, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. വെളിച്ചമുണ്ടാകട്ടെ പറയുക. ദൈവം മുഴുവനും സൃഷ്ടിച്ചത് തന്റെ വാക്കുകൾ കൊണ്ടാണ്, മനുഷ്യനെ ഒഴികെ. യേശുവിന്റെ ശുശ്രൂഷ നിങ്ങൾ നോക്കിയേ. ഞാനൊരു 3 സംഭവം പറയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ വാക്യം. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കുന്നതാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹലോ, ആ രാജഭൃത്യനെ ഒരു പാ കിട്ടുവോ? പാ എടുത്തോണ്ട് വന്ന് ഇരിക്കാം, നമുക്ക് ഇരിക്കാം, നമുക്ക് ഇരുന്നേച്ചും കുറച്ച് പേരെ ഇവിടെ വിളിച്ച് നമുക്ക്, എനിക്ക് തോന്നുന്നത് ഒരു 21 എങ്കിലും എടുക്കേണ്ടി വരും. ഏതാ ഈ വിഷയത്തിന്റെ മേളിൽ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ഗുഡ്. നല്ല കാര്യം. 21 ഇരിക്കാം. ഐ എം ഫാസ്റ്റിംഗ്.
40 ഇരിക്കാം, നല്ല കാര്യം. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളെ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ഇരിക്കണം. Our pastor, you are fasting, right? Or all many pastors are fasting these days. Hallelujah. പക്ഷേ ഇവിടെ യേശു കർത്താവ് പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയാ, എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. ആരും മിണ്ടുന്നില്ല. Just he says, he said to unto him, go the way, your son is asleep, he never die. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ കേൾക്കേണ്ടത്, യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഇന്ന് ഈ ലൈവിൽ കാണുന്നവരോട് ഞാൻ പറയുന്നു, കർത്താവ് പറഞ്ഞതിനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ നീ വിജയിച്ചു. ചത്തതായിരിക്കാം, നഷ്ടപ്പെട്ടതായിരിക്കാം, മരിച്ചതായിരിക്കാം, നാറ്റം വെച്ചതായിരിക്കാം, ഇനി ഒരിക്കലും അതിന്റെ മേളിൽ ഒരു വിടുതൽ ഉണ്ടാകത്തില്ല ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷേ യേശു പറഞ്ഞ വാക്കിനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ നീ വിജയിച്ചു. Thank you, Holy Spirit. Thank you, Holy Spirit. 53-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ് ആ വാക്കിന്റെ ശക്തി അറിയുന്നത്. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഈ മനുഷ്യൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ മരണത്തിന് വിധിക്കപ്പെട്ടത് എന്റെ പൈതൽ ജീവിച്ചിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. ഉടനെ ഈ മനുഷ്യൻ ചോദിച്ചു, എപ്പോഴാ ഇവൻ എഴുന്നേറ്റ്, എപ്പോഴാ ഇവൻ സൗഖ്യമായ, എപ്പോഴാ ഇവനൊരു അത്ഭുതം നടന്നു? അപ്പൊ അവരൊരു ടൈം പറഞ്ഞു. ഈ ടൈമിലാണ് ഈ കൊച്ചിന് ഇങ്ങനൊരു മാറ്റം സംഭവിച്ചത്. ഉടനെ അപ്പൻ മനസ്സിലാക്കി, ആ ടൈമിലാണ് യേശു അവിടെ അത് പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ നീ ഇവിടെ ഇരുന്ന് നിന്റെ വാ കൊണ്ട് ചിലത് പറയുമ്പോൾ അത് കിലോമീറ്ററുകൾക്കപ്പുറത്ത്, മൈലുകൾക്കപ്പുറത്ത് ആ വാക്കിന് ചലിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കിയത് പറഞ്ഞാണ്. ശതാധിപന്റെ വേലക്കാരനെ സൗഖ്യമാക്കിയത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവൻ കവർന്നഹോമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്റെ വീട്ടിൽ ഒരു തിരിവ് സംഭവിക്കാൻ, നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ. ലോർഡ്, I need only your one word tonight. നിന്റെ ഒരു വാക്ക് മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഷിജിൻ പാസ്റ്റർ, ഇവിടെ ഈ ശതാധിപൻ ആവശ്യപ്പെടുന്നത് യേശു വീട്ടിൽ വരണമെന്നല്ല. ശതാധിപൻ അറിയാം വീട്ടിൽ വന്നിട്ട് എന്നാ ചെയ്യാനാ. ഇവിടെ ശതാധിപൻ ആവശ്യപ്പെടുന്നത്, കർത്താവേ, നീ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് സെൽഫി എടുത്തൊന്നും ആരെയും കാണിക്കണ്ട, യേശു എന്റെ വീട്ടിൽ വന്നെന്ന്. പക്ഷേ എനിക്ക് നിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അല്ല വേണ്ടത്, എനിക്ക് നിന്റെ വായിന്നൊരു വാക്കാണ് വേണ്ടത്. I need a word. ഇന്ന് രാത്രിയിൽ ഇവിടെ പുറപ്പെടുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ചലിക്കുന്നത് ദൈവത്തിന്റെ വാക്കാണ്. ഇവിടെ ചലിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. Anytime you will meet any anointed servant of the Lord, God is using them in the higher realm. അവര് നമ്മുടെ ആളുകൾക്ക്, ചില ആളുകളുണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടം പെട്ടെന്ന് അവരുടെ കൂടെ ഒരു പിക്ചർ എടുത്തിട്ട് പോവാനാ. Never do. You can do it. Take the picture with you, no problem. But നമുക്ക് വേണ്ടത് ആ ദൈവപുരുഷന്റെ വായിൽ നിന്ന്, ആ അഭിഷിക്തന്റെ വായിൽ നിന്ന്, ആ പ്രൊഫറ്റിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടത് നമ്മളെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷനാണ്.
ശതാധിപൻ പറയുന്നു, എനിക്ക് നീ പുരയ്ക്കകത്തൊന്നും വരണമെന്നില്ല. പല ആളുകളും അതിനെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഓ, ഈസ് വെരി ഹംബിൾ മാൻ. കണ്ടോ, യേശു എൻ്റെ വീട്ടിൽ വരണമെന്ന് പോലും പുള്ളി പറയുന്നില്ല, ഭയങ്കര താഴ്മയുള്ള മനുഷ്യൻ. അങ്ങനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ റെവലേഷൻ, ആ ശതാധിപനുള്ള വെളിപ്പാടാ. ശതാധിപൻ പറയുന്നത്, യേശുവെ നീ എൻ്റെ വീട്ടിൽ വരുന്നതിനേക്കാളും എത്ര ഈസിയാ, നീ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. യു അണ്ടർസ്റ്റാൻഡ് മീ? എൻ്റെ കർത്താവേ, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിന്റെ വചനത്തിന് ശക്തിയുണ്ട്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം, യെശയ്യാ 55:11 ബൈബിൾ പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. താങ്ക് യു ജീസസ്. മറ്റൊരു സംഭവം പറയാം, അതൊരു വളരെ ഫണി ആയിട്ടുള്ള രസകരമായൊരു കാര്യമാണ്. ഈ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 18 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അവൻ നഗരത്തിലേക്ക് മടങ്ങി വന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്നും ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും പറഞ്ഞു, അതിനോട് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. നീ വേണ്ടത് മലയെക്കുറിച്ചല്ല, അതിനെക്കുറിച്ച് തിസീസ് എഴുതാനല്ല, പ്രബന്ധം ഉണ്ടാക്കാനല്ല, മൗണ്ടനെ കുറിച്ച് പറയാനല്ല ദൈവം പറഞ്ഞേ. മൗണ്ടനോട് പറയാനാ, മലയോട് പറയാനാ. എന്താണ് അവിടെ യേശു ഉദ്ദേശിച്ചത്? യേശു എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ഒരിക്കൽ ന്യൂസിലാൻഡിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയപ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരൻ മോൻസി ബ്രദറിന്റെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയാണ്. വിദ്യ മോൻസി, അവര് എൻ്റെ വൈഫിന്റെ റിലേഷനാണ്, പപ്പായുടെ സിസ്റ്ററിന്റെ മകനാണ്. അവരുടെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുമ്പോ ആ കർട്ടൻ ഇങ്ങനെ മാറ്റി ഞങ്ങൾ നോക്കുമ്പോ അവിടെ വലിയ മൗണ്ടൻസ് ഞങ്ങൾ കാണുക, വലിയ മലകൾ നമുക്ക് കാണാം, വലിയ മൗണ്ടൻസ്. മോൻസി ബ്രദർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് നാളെ അവിടെ പോകാം. ഈ മൗണ്ടന്റെ അപ്പുറത്തെ സൈഡ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ അപ്പുറത്തൊരു ലേക്ക് ഉണ്ട്, അവിടെ ബോട്ടിംഗ് ഉണ്ട്, അവിടെ ടുലിപ്പ് എന്ന് പറയുന്ന ചെടിയുണ്ട്, പൂക്കളുണ്ട്, ലാവൻഡർ ഉണ്ട്, ഭയങ്കര ഗാർഡൻ ഉണ്ട്. ഭയങ്കര രസമാണ് ഈ മൗണ്ടന്റെ അപ്പുറത്ത് കാണാൻ. അപ്പൊ ഞാൻ മനസ്സിൽ നിന്ന് ചിന്തിച്ചു, ഈ മൗണ്ടൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനപ്പുറത്തുള്ളത് എനിക്ക് കാണാൻ പറ്റാത്തത്. കാരണം ഈ മൗണ്ടൻ എന്റെ വിഷനെ പരിമിതപ്പെടുത്തുകയാണ്, എന്റെ കാഴ്ചപ്പാടിനെ അവിടം വരെ എത്തിക്കും, അതിനപ്പുറത്തോട്ട് കൊണ്ടുപോകത്തില്ല. നിന്റെ കാഴ്ചപ്പാടിനെ പരിമിതപ്പെടുത്തുന്ന, നിനക്ക് ദൈവം വെച്ചത് അപ്പുറത്തുള്ളത് കാണാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്ന മൗണ്ടനോട് ഇന്ന് രാത്രിയിൽ നിനക്ക് പറയാൻ കഴിയണം, മാറിപ്പോകാൻ. Hey, this is a prophetic word tonight. നിന്റെ കാഴ്ചപ്പാടുകളെ, നിന്റെ വിശ്വാസത്തെയും പരിമിതപ്പെടുത്തുന്ന, ഇതിനപ്പുറത്ത് നിനക്ക് കാണാൻ കഴിയാതെ നിന്നെ പരിമിതപ്പെടുത്തുന്ന, ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന എല്ലാ മൗണ്ടൻസും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ മാറിപ്പോകാൻ പറയണം. ഓ, കരമടിച്ച് സ്വീകരിക്കാമോ അത്? Who is limiting you? Which situation is limiting you? Break it out. Go. Speak it out. Speak it out. Para. Vagondu para. Vagondu para. നിങ്ങൾ പറയാതെ ഇത് നീങ്ങത്തില്ല. സെരുബാബേൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് ഒരു ആലയം പണിയാൻ ഇറങ്ങിച്ചെന്നു. ദൈവം പറഞ്ഞ ലൊക്കേഷനിൽ സെരുബാബേൽ എത്തി. പക്ഷേ ലാൻഡിൽ ചെല്ലുമ്പോൾ സെരുബാബേൽ കാണുന്നത് വലിയ പർവ്വതങ്ങളാണ്, ആലയം പണിയാൻ കഴിയാതെ നിൽക്കുന്ന പർവ്വതങ്ങൾ. ഉടനെ സെരുബാബേൽ ആ പർവ്വതങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. കൃപ കൃപ എന്ന ആണിക്കല്ല് കയറ്റും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ, not by might
not by power, by my spirit, says the Lord. Hey, മഹാപർവ്വതത്തിന് പറയാൻ കഴിയും, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ എന്ന് ചോദിക്കുമ്പോൾ മഹാപർവ്വതത്തിന് പറയാൻ കഴിയും, സെരുബാബേലെ നീയൊക്കെ ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഇവിടെ ഉണ്ടാ, പാരമ്പര്യമായി ഞാൻ ഇവിടെ കുടികൊള്ളുന്നതാ, പാരമ്പര്യമായി ഞാൻ നിൽക്കുന്നതാ, പാരമ്പര്യമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സെരുബാബേൽ പറയുന്നു, ഇല്ലില്ല, ദൈവ പദ്ധതികൾക്ക്, എന്റെ കാഴ്ചപ്പാടുകൾക്ക്, ദൈവഹിതത്തിന് നീ തടസ്സമായി നിൽക്കുന്നെങ്കിൽ നിന്റെ പാരമ്പര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നീ സമഭൂമിയായേ പറ്റത്തുള്ളൂ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. സ്പീക്ക്, പറയുക. ദൈവം പറഞ്ഞ സ്ഥലത്ത് ആലയം പണിയാൻ ചെന്ന് നിൽക്കുന്ന സെരുബാബേലിന് നിങ്ങളിൽ ചിലരെ പോലെ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മളിൽ പലരും ചിന്തിക്കും, അയ്യോ എന്നാ ചെയ്യാനാ, ദൈവം പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയായിരുന്നു കേട്ടോ, പക്ഷേ അവിടെ നിന്ന് ഒരു പണിയും ചെയ്യാൻ പറ്റുകയില്ല, വലിയ പർവ്വതങ്ങൾ നിൽക്കുക, JCB കൊണ്ട് പൊട്ടിച്ചാൽ പോലും ഇതൊന്നും പൊട്ടുകയില്ല, മെനക്കെടാൻ എന്നെയും കൊണ്ട് വയ്യ, നമുക്ക് അടുത്ത പ്രോപ്പർട്ടി വല്ലതും കിട്ടുമെന്ന് ദൈവത്തോട് ചോദിക്കാം. നോ, ദൈവം പറഞ്ഞ ലൊക്കേഷനിലാണ് നീ നിൽക്കുന്നെങ്കിൽ, ദൈവം പറഞ്ഞ ഇടത്താണ് നിൽക്കുന്നെങ്കിൽ പാറ പൊട്ടിക്കാൻ ദൈവം വരത്തില്ല. പക്ഷെ നിന്റെ വാക്കുകൾക്ക്, your word can do it, the miracle. I prophesy someone listening in the online, നിന്റെ വാക്കുകൾ ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. വിശ്വസിക്കുക, declare it. It's a very funny thing. I can't see any tree here. It's okay, no problem. യേശു കർത്താവ് അത്തിയുടെ അടുക്കൽ ചെന്നിട്ട് അത്തിയെ നോക്കിയിട്ട് പറയാണ്, അതിനോട് പറയുകയാണ്, ഇനി നിന്നിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകാതെ പോട്ടെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ശിഷ്യന്മാർ ഇത് കണ്ടാറേ ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് ആശ്ചര്യപ്പെട്ടു. ലിസൺ, ശിഷ്യന്മാർ വരുമ്പം അവര് കണ്ട കാഴ്ച, നിങ്ങളും അങ്ങ് സ്വർഗത്തിൽ നിന്ന് കുറച്ച് താഴോട്ടൊന്ന് ഇറങ്ങി വരുമോ? ശിഷ്യന്മാർ വരുമ്പം അവർ കണ്ട കാഴ്ച, യേശു ഒരു മരത്തോട് വർത്തമാനം പറയുന്നതാണ്. യേശു വഴി നിന്ന ഒരു മരത്തോട് പറയുന്നു, ഇനി നിന്നിൽ നിന്ന് ഫലമൊന്നും ഉണ്ടാകാൻ പറ്റുകയില്ല, നീ ഇന്ന് ഉണങ്ങി. ഞാൻ ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പം നിങ്ങൾ എൻ്റെ പുറകെ വരുമ്പം വെളിയിൽ നിൽക്കുന്ന ഒരു മരത്തോട് ഞാൻ വർത്താനം പറയുന്നു. എന്താ ഇങ്ങനെ, എന്തോ കുഴപ്പം? നിങ്ങൾ ചിന്തിക്കും, ഇയാളല്ലേ അവിടെ നിന്ന് പ്രസംഗിച്ച് ഇന്ന് രാവിലെ, കുഴപ്പമുണ്ടായിരുന്ന? ഒരു മനുഷ്യൻ മരത്തോട് സംസാരിക്കുന്ന കണ്ടാൽ വലിയ വിശുദ്ധന്മാരെ നിങ്ങൾ എന്ത് പറയും? അയ്യോ, അത് സൈഡിൽ കൂടെ ആരെങ്കിലും ഒരു വീഡിയോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ യേശുവിന് സംസാരിക്കാനുള്ളത് അത്തിയോടാണ്, അതിനോടാണ്. ലാസറിന്റെ കല്ലറവാതിക്കൽ വന്നു. വേദപണ്ഡിതാക്കൾ പറയുന്നത് ആ പ്രദേശം പലരെയും അടക്കിയിട്ടുള്ള സ്ഥലമാണ്. 2, മരിച്ച ആത്മാക്കൾ പാതാളത്തിലുണ്ട്. യേശു സ്പെസിഫിക്കായി ആ സെമിട്രിയിൽ നിന്നുകൊണ്ട് പറയുന്നു, ലാസറസ് come out. 4 ദിവസം മുമ്പ് മരിച്ച ഒരാളെ, അല്ലെങ്കിൽ മരണപ്പെട്ടവനെ നീ തിരിച്ചു വാ എന്നെങ്ങാണ് യേശുവിന്റെ വായിന്ന് വീണാൽ ഒത്തിരി പേർക്ക് വരേണ്ടി വരും. യേശു ഈ നിന്ന് പറയുന്നത് ബഥാനിയിലാണ്. ലാസറസ് come out. ചെറിയ ശബ്ദത്തിൽ, അവിടെ നിൽക്കുന്നവർക്ക് കേൾക്കാനുള്ള ശബ്ദത്തിലാണ് പറയുന്നതെങ്കിലും ഈ വേർഡ് ഇങ്ങനെ സ്പിരിറ്റുലത്തിൽ പാതാളം വരെ ചെല്ലുകയാണ്. ആത്മാവ് അവിടുന്ന് ഇന്ന് അവന്റെ വാക്കുകൾ പാതാളത്തെയും സ്വർഗത്തെയും തൊടുന്ന വാക്കുകളാണ്.
His voice is amazing. ഞാൻ പ്രസംഗിക്കുന്നത് കഥാപുസ്തകം അമർ ചിത്രകഥയിലെ കഥാനായകരെയല്ല, ബാലരമയിലോ ബാലഭൂമിയിലോ വായിക്കുന്ന ആളെയല്ല. മരണത്തെ ജയിച്ച്, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ജീവിക്കുന്ന, മരണത്തിന്റെ മേൽ അധികാരമുള്ള, മരണത്തെയും പാതാളത്തെയും ജയിച്ച, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയ, മരണത്തിന്റെ മേൽ ജയം. കുടുംബങ്ങളെ കഥ സ്പെസിഫൈ ചെയ്യുക. തലച്ചോറിനകത്ത് ഇൻഫെക്ഷൻ ബാധിച്ച നിന്റെ കുഞ്ഞിനെ ഇന്ന് രാത്രിയിൽ ദൈവം സ്പെസിഫൈ ചെയ്യുകയാണ്. ഓൺലൈനിനകത്ത് തൈറോയ്ഡ് ബാധിച്ച രമ്യയെ ദൈവം സ്പെസിഫൈ ചെയ്യുകയാണ്. I'm breaking some infection in the blood in the name of Jesus. I can see one sister name is Ramya in the online. She having the problem, the thyroid problem. God is healing it tonight. പഠിക്കാൻ പോയ നിന്റെ തലമുറ, see, മുൻപോട്ട് പോകാൻ കഴിയാതെ പാതി വഴിയിൽ ബ്ലോക്കായി കിടക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ തലമുറയെ ഫോക്കസ് ചെയ്യുകയാണ്. ഫോക്കസ് ചെയ്യുകയാണ്. I want to talk to some persons here. I want to meet two families here. I know in my spirit. രണ്ട് കുടുംബങ്ങളെ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ കാണും. അവരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. Two families here. Thank you Holy Spirit. ഈ ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവർ ആയാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യുമെന്ന് മാത്രമല്ല, ഈ മലയോട് നീ നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ചേർന്നൊരാമേൻ പറഞ്ഞേ, ഇത് സംഭവിക്കും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? I'm going to pray. Jeremiah chapter 15. Jeremiah chapter 15. 19 to 21. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയത്തില്ല. ഞാനിവിടെ ഒരു വേർഡ് കാണുന്നുണ്ട്, നീ എൻ്റെ അധരമാകും. വേർഡ് 19, നീ എൻ്റെ വായ് പോലെയാകും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, തിങ്ക് ചെയ്തേ, ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ നാവായി നിങ്ങൾ മാറുകയാണ്. What is happening? നീ എന്ത് പറഞ്ഞാലും അത് ആക്ടിവേറ്റഡ് ആകും. എന്ത് പറഞ്ഞാലും അത് ആക്ടിവേറ്റഡ് ആകും. കാരണം ദൈവത്തിന്റെ ഒരു വാക്ക് പോലും പാഴാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ദൈവത്തിന്റെ വാക്കാണോ? നോ, ദൈവം അഭിഷേകം. സാമുവേലിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ ഒരു വേർഡ് പോലും നിലത്ത് വീണില്ലെന്ന്. ഒരു വാക്ക് പോലും സാമുവേൽ പറഞ്ഞത് നിഷ്ഫലമായില്ല. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ അധരം. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറയാവോ, നെഗറ്റീവ് പറയുന്നത് നിർത്തണം. നീ അധമമായത് അവസാനിപ്പിച്ചിട്ട് ഉത്തമമായത് പറയണം. നീ എൻ്റെ വാ പോലെയാവും. കാരണം ദൈവം ഒരിക്കലും നെഗറ്റീവ് പറയുന്ന ദൈവം അല്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതിനകത്തൊരു ബ്ലെസ്സിങ് ഞാൻ കാണിക്കാം. There is a blessing. ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ
എലീശ ശുശ്രൂഷകന്റെ ഭാര്യയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. What shall I do for you? Tell me, sister. Tell me. നീ പറ. 2 King chapter 4 verse 2. വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. 2-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ എലീശ ചോദിക്കുന്നു, What shall I do for thee? Tell me. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക. ഇപ്പൊ നമുക്ക് ചിന്തിക്കാം, ഈ സ്ത്രീ പറഞ്ഞില്ലേ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. വേർഡ് 1 പ്ലീസ്. അവൾ പറയുന്നുണ്ട്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, ഇപ്പൊ കടക്കാർ വന്ന് എന്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അവൾ അവളുടെ സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു, അവളുടെ സാഹചര്യം അവൾ പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞിട്ടും 2-ാം വാക്യത്തിൽ എലീശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം അത് പറക. കാരണം നീ ഇതുവരെ പറഞ്ഞത് നിന്റെ പാസ്റ്റ് ആണ്, നിന്റെ കഴിഞ്ഞകാല ജീവിതമാണ്, യുവർ പ്രസന്റ് സിറ്റുവേഷൻ, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പൊ ആ സ്ത്രീക്ക് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ചോദിക്കുന്നില്ലേ, അത് പാസ്റ്ററെ കർത്താവിന്റെ ദാസൻ എന്റെ വീട്ടിൽ വന്നതല്ലേ, ദൈവത്തിന്റെ അഭിഷിക്തൻ വന്നതല്ലേ, പ്രവാചകൻ പ്രൊഫറ്റ്, യു ആർ ഇൻ മൈ ഹൗസ്, നിങ്ങൾ എന്റെ വീട്ടിൽ വന്നതല്ലേ, അയ്യോ ദൈവാസനെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ദൂതുണ്ടേ എന്നോട് പറ, കർത്താവിന്റെ ദാസൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ. കർത്താവിന്റെ ദാസൻ അല്ല നിന്റെ വീടിന്റെ പ്രതിനിധി, നിന്റെ വീടിന്റെ പ്രതിനിധി നീയാ. നിന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് നീ പറയണം. You are representing your house. My beloved parents, you are representing your children. My beloved pastors, you are representing your own city where you are doing the Lord's ministry. നിങ്ങൾ എവിടെയായിരിക്കുന്നോ നിങ്ങൾ ആ സ്ഥലത്തിന്റെ പ്രതിനിധികളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാ കാലത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു പ്രതിനിധിയെ വേണം. ആഹാബിന്റെ ഇസബേലിന്റെ കാലത്ത് ദൈവത്തിന് മഴ പെയ്യിക്കാൻ അറിയാം, മഴ പെയ്യിക്കാതിരിക്കാൻ അറിയാം, ആഹാബിനെ ഇസബേലിനെ നിലയ്ക്ക് നിർത്താൻ അറിയാം. പക്ഷേ അവന്റെ കൊട്ടാരത്തിനകത്ത് ചെന്ന് കയറി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറയാൻ ദൈവത്തിനൊരു പ്രതിനിധിയെ വേണം. യഹോവയാകുന്ന ദൈവത്തിന് യെരിഹോ മതിൽ വീഴ്ത്താൻ അറിയാം, ഇസ്രായേൽ ജനത്തിന് കൊള്ള പങ്കിടാൻ അറിയാം, ശത്രുവിനെ മുടിക്കാൻ അറിയാം. പക്ഷേ ജെരിക്കോ വാളിന് ചുറ്റും നടന്ന് കാഹളമൂതാൻ ദൈവത്തിനൊരു പ്രതിനിധിയെ വേണം. ദൈവത്തിന് ഏലാ താഴ്വരയിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ വീഴ്ത്താൻ അറിയാം, ഗോലിയാത്തിനെ തകർക്കാൻ അറിയാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ജീവനുള്ള ദൈവം എന്ന് തെളിയിക്കാൻ അറിയാം. പക്ഷേ അവന്റെ മുൻപിലോട്ട് ചെന്നിട്ട് ഇന്ന് യഹോവയാകുന്ന ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറയാൻ ദൈവത്തിനൊരു ദാവീദിനെ വേണം. That word is important. 1 Samuel chapter 17. 1 Samuel chapter 17 verse 45, 46, 47. 1 ശമൂവേൽ 17 45, 46, 47. Thank you Lord Jesus. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. നിന്റെയിൽ വാളുണ്ട്, വേലുണ്ട്, കുന്തമുണ്ട്, വലിയ ഉയരമുണ്ട്, തടിയുണ്ട്, സൈന്യമുണ്ട്. പക്ഷെ എന്റെ കൂടെ സൈന്യവും ഇല്ല. ആകെ ഉള്ളത് ഈ അസൂയ പിടിച്ച ശൗലും പിന്നെ കുറെ ആളുകൾ ഞാൻ ചാവുന്നത് കാണാൻ നോക്കി നടക്കുന്ന കുറെ ആളുകളെ ഉള്ളൂ. പക്ഷേ നിന്റെ കൂടില്ലാത്തവൻ, ഈ അസൂയക്കാരന്റെ കൂടില്ലാത്തവൻ എന്റെ കൂടെ ഉണ്ട്. That is enough. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ ഞാൻ വരുന്നു. നിങ്ങൾക്കറിയാമോ, ദാവീദ് കവണയിൽ നിന്ന് കല്ലല്ല ആദ്യം എടുത്തത്, ദാവീദ് വായിൽ നിന്ന് വാക്കാണ് ആദ്യം എടുത്തത്. അടുത്ത വാക്യം എന്നെ കാണിച്ചാട്ടെ. ദാവീദ് വായിൽ നിന്ന് വാക്കാണ് ആദ്യം എടുത്തത്, കവണയിൽ നിന്ന് കല്ലല്ല ആദ്യം എടുത്തത്. കല്ലെടുക്കുന്നതിന് മുൻപ് ദാവീദ് ഒരു വാക്ക് പറഞ്ഞു, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. സ്പിരിറ്റ് റിലത്തിൽ ആക്ടിവേറ്റഡ് ആയത് സ്റ്റോൺ അല്ല, വേർഡ് ആണ്. ആത്മമേഖലയിൽ സ്പിരിച്വൽ റിലത്തിൽ ആക്ടിവേറ്റഡ് ആയത് ദാവീദിന്റെ വാക്കാണ്. ഉറ്റുനോക്കുന്ന ശൗലും കൂട്ടരും
വെല്ലുവിളിക്കുന്ന ഗോലിയാത്തും കൂട്ടരും, സൈന്യബാഹുല്യവും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ദാവീദ് എന്ന ചെറുപ്പക്കാരനും, ഉറ്റുനോക്കുന്നവരുടെ നടുവിലും സൂക്ഷിച്ചു നോക്കുന്നവരുടെ നടുവിലും ശപിക്കുന്നവരുടെ നടുവിലും, ഇവർ ശപിക്കുകയാണ് ദാവീദിനെ, ശപിക്കുന്നവരുടെ നടുവിലും തുറിച്ചു നോക്കുന്നവരുടെ നടുവിലും അസൂയ കൊണ്ട് പണി കിട്ടാൻ നോക്കി നടക്കുന്നവരുടെ മുമ്പിലും ദാവീദിന്റെ ഉന്നം തെറ്റുന്നില്ല. അവന്റെ ഉന്നം തെറ്റുന്നില്ല. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിച്ചവന്റെ ഉന്നം തെറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുക. നിന്റെ കയ്യിലിരിക്കുന്ന കല്ല് എവിടെ ചെല്ലണമെന്ന് നിന്റെ വാ കൊണ്ട് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, that one stone is enough. No need that 4 5 stones, only one stone. That 4 stone is extra. Because you decree and declare what is going to happen. This day will the Lord deliver thee into mine hand, and I will smite thee. Thank you, Holy Spirit. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് declare the faith. Declare the faith. ഞാൻ അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു, വിശ്വാസം പ്രഖ്യാപിക്കാൻ. Declare the faith. ശമനനനമോഷ്. പാസ്റ്റർ, ഒരു വാക്യം Isaiah 65:16. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും 65:16. യെശയ്യാ 65:16. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുകൊണ്ട് ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ താൻ അനുഗ്രഹിക്കും. Wait. It's alive? You got it? Sister Ramya, live. I am Ramya. I have പുള്ളിക്കാരിക്ക് തൈറോയ്ഡ് ആണോ? രമ്യ, I am Ramya that you have mentioned. അങ്ങനെ എഴുതിയിട്ടുള്ളൂ, that you have mentioned. അടുത്ത മെസ്സേജ് വന്നോ? ഓക്കെ, ഞാൻ പറഞ്ഞപ്പോഴാണ് മെസ്സേജ് വന്നേ. നോ, that you have mentioned. ഓക്കെ, ഞാൻ പറഞ്ഞ രമ്യ ഇതാണെന്ന്. ഓക്കെ, ചോദിച്ച സിസ്റ്റർ രമ്യ, നിങ്ങൾക്ക് തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് ലൈവ് ചാറ്റിൽ തന്നെ ഒരു മെസ്സേജ് ആണ്. ഐ വിൽ പ്രേ നൗ. ഞാൻ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ സ്പിരിറ്റിൽ എനിക്കറിയാം. നെക്സ്റ്റ് മെസ്സേജ് കിട്ടുവാണെങ്കിൽ ഒന്ന് കാണിക്കണം. താങ്ക് യു ജീസസ്. ഓക്കെ, റീഡ് ഇറ്റ്. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോവുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ താൻ അനുഗ്രഹിക്കും. ആ വാക്ക് ശ്രദ്ധിക്കുക. ഭൂമിയിൽ തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവൻ. പാസ്റ്ററിന്റെ തലയെ പിടിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ എന്നല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, നീ നിന്നെ തന്നെ അനുഗ്രഹിക്കണം. ആരും മിണ്ടുന്നില്ലല്ലോ. അതിനകത്ത് ഡെലിവറൻസ് എന്തുവാന്ന് ഞാൻ പറയാൻ പോവാ. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പാടതാ. വേറൊരാളെയും കൊണ്ട് നമുക്ക് അനുഗ്രഹിപ്പിക്കാൻ എളുപ്പമാ. ഈ ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കണം. സത്യദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെടും. സ്വന്തം കൈ തലയിലോട്ടൊന്ന് വെച്ചേച്ചും പറഞ്ഞു, I bless myself in the name of Jesus. ഞാൻ എന്നെ തന്നെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്ത ഹസ്ബൻഡാണോ, നിങ്ങളുടെ വൈഫാണോ ഇരിക്കുന്നത്? ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ സ്വന്തം മക്കളോ ആണ് അടുത്തിരിക്കുന്നതെങ്കിൽ അവരുടെ മേലിലോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. I bless you. I bless you. ആ വേർഡിനൊക്കെ ഒത്തിരി വിലയുണ്ട്.